നമസ്കാരം. ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. ധ്യാനത്തിലേക്ക് നരേന്ദ്രമോദി. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം മോദി കന്യാകുമാരിയിലേക്ക് തിരിച്ചു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തും. കന്യാകുമാരിയിൽ നിന്ന് VA ഗിരീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഗിരീഷ്, 45 മണിക്കൂർ ധ്യാനമിരിക്കാനാണ് നരേന്ദ്രമോദി എത്തുന്നത്. ഏത് തരത്തിലാണ് ഒരുക്കങ്ങൾ, മറ്റു വിശദാംശങ്ങൾ? പ്രവിത 3 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം 4:42 തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് തിരിച്ചു. ഏതാണ്ട് 5:40 കന്യാകുമാരി ഹെലിപ്പാഡിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഹെലിപ്പാഡിൽ ഇറങ്ങിയ ശേഷം അദ്ദേഹം ഗസ്റ്റ് ഹൌസിലേക്ക് പോകും. അവിടെ അല്പനേരം വിശ്രമിച്ച ശേഷം നേരെ കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനാകും ആദ്യം അദ്ദേഹം എത്തുക. ഇവിടെ നിന്ന് റോക്ക് ജെട്ടിയിലേക്ക് അവിടെ എത്തും. പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിൽ അവിടെ നിന്ന് വിവേകാനന്ദ പാറയിലേക്ക് 6 മണിയോടുകൂടി വിവേകാനന്ദ പാറയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 മണി കഴിയുമ്പോൾ തന്നെ അവിടെ ധ്യാനത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഏതായാലും ഇന്നലെ മുതൽ തന്നെ കന്യാകുമാരിയും പരിസരവും അതീവ സുരക്ഷാ മേഖലയായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവേകാനന്ദ പാറ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ്. ഇവിടേക്കുള്ള യാത്രക്കാരെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം ഇപ്പോൾ കന്യാകുമാരി ബീച്ചിൽ നിന്ന് യാത്രക്കാരെ എല്ലാവരെയും തന്നെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ യാത്രക്കാരെ കന്യാകുമാരി ബീച്ചിലേക്ക് കടത്തിവിട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ യാത്രക്കാരെയും അല്ലെങ്കിൽ വിനോദസഞ്ചാരികളെയും എല്ലാം തന്നെ ഈ കന്യാകുമാരി ബീച്ചിൽ നിന്നും അതോടൊപ്പം തന്നെ വിവേകാനന്ദ പാറ നിൽക്കുന്ന ആ സ്ഥലത്തിന് ഓപ്പോസിറ്റ് എതിർവശത്തുള്ള പ്രദേശത്ത് നിന്നുമെല്ലാം ഒഴിപ്പിക്കുന്നു. പോലീസ് ഒഴിപ്പിച്ച് മാറ്റുകയാണ്. നേരത്തെ തന്നെ 12-1 മണിയോടുകൂടി തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം തന്നെ പോലീസും അതോടൊപ്പം തന്നെ കമാൻഡോസും എല്ലാം പൂർത്തിയാക്കിയിരുന്നു. 2000-ഓളം പോലീസുകാരെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കന്യാകുമാരിയിൽ വിന്യസിച്ചിരിക്കുന്നത്. കടലിൽ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നാവികസേനയും സംയുക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ പഴുതടച്ചുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ധ്യാനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് 6 മണിയോടുകൂടി വിവേകാനന്ദ പാറയിലെത്തുന്ന അദ്ദേഹം ഇന്ന് രാത്രിയും നാളെ പകലും അതോടൊപ്പം തന്നെ രാത്രിയിലും മറ്റന്നാൾ പകലും അവിടെ തന്നെ കഴിയും. ധ്യാനത്തിലായിരിക്കും. മറ്റന്നാൾ 5 മണിയോടുകൂടി, അതായത് 5 മണി കഴിയുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ച് ഹെലിപ്പാഡിലെത്തി ഇവിടെ നിന്ന് തിരുവനന്തപുരത്തെത്തി തിരിച്ച് ന്യൂഡൽഹിയിലേക്ക് പോകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് BJPയുടെയോ മറ്റൊന്നും തന്നെ വലിയ തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളോ അല്ലെങ്കിൽ സ്വീകരണങ്ങളോ ഒന്നും തന്നെയില്ല. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന നിലയിൽ അദ്ദേഹം സ്വയം എത്തുന്ന ഒരു ധ്യാനം എന്നുള്ളത് മാത്രമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ഒരു പരിപാടിയായിട്ടല്ല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത് പരാതിയുമായി സമീപിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം, അവസാനഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം അവസാനിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. പ്രധാനമന്ത്രിയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ഇപ്പോൾ ഇവിടെ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. കന്യാകുമാരിയിലെ ഹെലിപ്പാഡിലേക്ക് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിച്ചേരും. തിരുവനന്തപുരത്ത് നിന്ന് 4:42 അദ്ദേഹം യാത്ര തിരിച്ചത്. 3 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പനിമിഷങ്ങൾക്കകം കന്യാകുമാരിയിലെ ഹെലിപ്പാഡിലേക്ക് എത്തും. ഇപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1-2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഹെലിപ്പാഡിലേക്ക് എത്തും. ഇവിടെ നിന്ന് നേരെ അദ്ദേഹം പോകുന്നത് PWDയുടെ ഗസ്റ്റ് ഹൌസിലേക്കാണ്. അവിടെ അല്പനേരം വിശ്രമിച്ച ശേഷം കന്യാകുമാരി ദേവി ക്ഷേത്ര ദർശനത്തിന് വേണ്ടി അദ്ദേഹം തിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. ഏതായാലും അദ്ദേഹം ഹെലിപ്പാഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 45 മണിക്കൂർ ധ്യാനത്തിനായി
കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലാണ് അദ്ദേഹം ധ്യാനമിരിക്കുക. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട പ്രചാരണവും പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യം തിരുവനന്തപുരത്താണ് വ്യോമസേന വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തി. പിന്നീട് വ്യോമസേന ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ഇപ്പോൾ കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി വി എ ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷ്, ഇത് പാർട്ടിയുടെ പരിപാടിയല്ല, പ്രധാനമന്ത്രി ധ്യാനമിരിക്കാൻ വന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളെയൊന്നും ഇവിടെ എന്തായാലും കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണോ? പ്രവിധ രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെയില്ല. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റു നേതാക്കളോ ആരും തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ ഹെലിപ്പാഡിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് 4:42 യാത്ര തിരിച്ച് അദ്ദേഹം ഇപ്പോൾ 5:10 കഴിയുമ്പോഴേക്കും കന്യാകുമാരിയിലെ ഹെലിപ്പാഡിലേക്ക് വന്നിറങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്ന് നേരെ അദ്ദേഹം പോകുന്നത് PWD ഗസ്റ്റ് ഹൌസിലേക്കാണ്. അവിടെ നിന്ന് അല്പസമയം വിശ്രമിച്ച ശേഷം 5:30 കന്യാകുമാരി ക്ഷേത്ര ദർശനത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടും. കന്യാകുമാരി ക്ഷേത്ര ദർശനത്തോട് ആണ് അദ്ദേഹത്തിന്റെ ധ്യാനം തുടങ്ങുക. അതിനുശേഷം ക്ഷേത്ര ദർശനത്തിന് ശേഷം 10 മിനിറ്റിനകം അദ്ദേഹം റോക്ക് ജെട്ടിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയും ചെയ്യും. വിവേകാനന്ദ പാറ കഴിഞ്ഞ 2 ദിവസമായി SPGയുടെ പൂർണ്ണമായ സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. അവിടേക്കുള്ള സന്ദർശകരെ ആകെ തന്നെ ഇന്നലെ മുതൽ നിയന്ത്രിച്ചിരിക്കുന്നു. ഇന്ന് ആരെയും തന്നെ അവിടേക്ക് കടത്തിവിട്ടിട്ടുമില്ല. അദ്ദേഹം അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ 6 മണിയോടുകൂടി തന്നെ അദ്ദേഹം ധ്യാനം ആരംഭിക്കും എന്നുള്ളതാണ് ഔദ്യോഗികമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ. കാരണം അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഇപ്പോൾ 5 മണിയോടുകൂടി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 6 മണിയോടുകൂടി അദ്ദേഹം ധ്യാനത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. പ്രവിധ സൂചിപ്പിച്ച പോലെ ഒരു രാഷ്ട്രീയ പരിപാടിയല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില പരിപാടികളാണ്, അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകളാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളോ ബിജെപിയുടെയോ അല്ലെങ്കിൽ മറ്റേ NDAയുടെ മറ്റ് ഘടകകക്ഷികളോ ആരും തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനില്ല. പൂർണ്ണമായും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു ധ്യാനമിരിക്കാൻ വരുന്നു, ആ ധ്യാനത്തിലേക്ക് കടക്കുന്നതിനായിട്ട് അദ്ദേഹം വരുന്നു. ഇത്തരത്തിലുള്ള സംവിധാനം മാത്രമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് വൻതോതിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെയും അതോടൊപ്പം തന്നെ കമാൻഡോസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും ഒക്കെ വളരെ വലിയ സുരക്ഷ തന്നെയാണ് കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ കന്യാകുമാരി തീരത്ത് തന്നെ വിനോദസഞ്ചാരികളെ പൂർണ്ണമായും ഏകദേശം ഒഴിപ്പിച്ച നിലയിൽ തന്നെയാണ്. കാരണം ഉച്ചയോടെയും അതോടൊപ്പം തന്നെ 2 മണിയോടെയും ഒക്കെ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിന് അരമണിക്കൂർ മുമ്പായി പൂർണ്ണമായും ഈ സഞ്ചാരികളെ തീരത്ത് നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അല്പനിമിഷങ്ങൾക്കകം അദ്ദേഹം ഗസ്റ്റ് ഹൌസിലേക്ക് പോകും. അതിനുശേഷം ഈ കന്യാകുമാരി ക്ഷേത്ര ദർശനത്തിനായി അദ്ദേഹം 5:30 പുറപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രവിധ ഗിരീഷ്, അതോടൊപ്പം തന്നെ 45 മണിക്കൂറാണ് അദ്ദേഹത്തിന്റെ ധ്യാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാത്രിയും പകലും അദ്ദേഹം വിവേകാനന്ദ പാറയിൽ തന്നെ ചിലവഴിക്കുമെന്നുള്ളതാണോ? പ്രവിധ ചരിത്രത്തിൽ സ്വാമി വിവേകാനന്ദൻ 3 ദിവസം ധ്യാനമനുഷ്ഠിക്കുകയും ഇന്ത്യയെ എങ്ങനെ വാർത്തെടുക്കാം എന്ന് ഇവിടെ ഇരുന്നുള്ള ധ്യാനത്തിൽ കൂടിയാണ് അദ്ദേഹം തന്റെ ചിന്തകൾ ക്രോഡീകരിച്ചത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതേ രീതിയിൽ തന്നെ സ്വാമി വിവേകാനന്ദൻ എവിടെയാണോ ധ്യാനമിരുന്നത് ആ സ്ഥലത്ത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ 3 ദിവസത്തെ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ സുരക്ഷ പൂർണ്ണമായും ശക്തമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ പൂർണ്ണമായും സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. ഈ സ്ഥലത്ത് തന്നെയായിരിക്കും അദ്ദേഹം 3 ദിവസം, അതായത് ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി അദ്ദേഹം ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് രാത്രി, നാളെ പകൽ, നാളെ രാത്രി, മറ്റന്നാൾ രാവിലെ, അതിനുശേഷം മറ്റന്നാൾ 4 മണിക്ക് ശേഷം മാത്രമാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിൽ നിന്ന് തിരിച്ച് കന്യാകുമാരിയിലേക്ക് പ്രവേശിക്കുക. ഇവിടെ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെത്തുകയും അവിടെ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വിമാനമാർഗം പോവുകയും ചെയ്യും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 48 മണിക്കൂറിലധികം അദ്ദേഹം ഏകാന്ത ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയം 6 മണി തന്നെയാണ്. ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും വിവേകാനന്ദ പാറയിൽ പൂർത്തിയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബിജെപി ചില അവകാശവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയായിരിക്കണം ഇന്ത്യ എന്നുള്ളത്
രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധ്യാനമായിട്ടാണ് BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനത്തെ കാണുന്നത്. 2019 തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അദ്ദേഹം കേദാർനാഥിൽ ഇത്തരത്തിലുള്ള ഒരു ധ്യാനം അനുഷ്ഠിച്ചിരുന്നു. ഇത് BJP വലിയ തരത്തിലുള്ള ഒരു പ്രചരണമാക്കി മാറ്റുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന്റെ പ്രചരണം അവസാനിക്കുന്ന ദിവസമാണ് അദ്ദേഹം ഈ ധ്യാനത്തിനായി കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചരിത്രം നോക്കിയാൽ അറിയാം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ തെക്കേ ഇന്ത്യയിൽ പ്രചരണം തുടങ്ങിയത് ഏറ്റവും ആദ്യം പ്രചരണം തുടങ്ങി വെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം തന്റെ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മുനമ്പായ കന്യാകുമാരിയെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. പ്രവിധ, അതെ, ഗിരീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ്, വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറയുമ്പോൾ പോലും അതിലൊരു രാഷ്ട്രീയ ചുവയുണ്ട് എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം കന്യാകുമാരി ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം വിവേകാനന്ദ പാറയിലേക്ക് പോകും. അവിടെ 45 മണിക്കൂർ ധ്യാനം ഇരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. PA ഗിരീഷാണ് കന്യാകുമാരിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. തോമസ് ഐസക്കിനോട് ചോദ്യങ്ങളുമായി ഷോൺ ജോർജ്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണയ്ക്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറയാൻ തന്റെ ഇടമുണ്ടോ എന്നതാണ് ചോദ്യം. വീണയുടെ കമ്പനിയുടെ പേരിലെ കുത്തും കോമിയും നോക്കി വിഷയം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കേണ്ട എന്നും ഷോൺ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ഷോൺ ജോർജിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, മാർച്ച് അക്രമാസക്തമായിരുന്നോ? നിലവിലെ സാഹചര്യം എന്താണ്? പ്രവിധ, എറണാകുളം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഷോൺ ജോർജിന്റെ ഹൈക്കോടതിന് സമീപത്തുള്ള ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഏകദേശം 100ഓളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ചിലുണ്ടായിരുന്നു. ചില പ്രവർത്തകർ ഈ ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തി. കരിയോയിൽ ഉൾപ്പെടെ ഈ ഓഫീസിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മാർച്ച് അത്രത്തോളം അക്രമാസക്തമായില്ല. അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ BJPക്ക് വേണ്ടി ഷോൺ ജോർജ് ഉന്നയിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായാൽ ഈ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തങ്ങൾ തീരുമാനിക്കും എന്നുള്ളൊരു നിലപാടാണ് ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അല്പസമയത്തിന് ഏകദേശം 15 മിനിറ്റ് മാത്രമാണ് സമരം ഉണ്ടായത്. നിലവിൽ ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. 1-2 പേരെ മാത്രമാണ് കസ്റ്റഡിയിലെടുത്തത്. ഈ കരിയോയിൽ ഒഴിക്കുന്ന ഘട്ടത്തിൽ പോലീസ് ജീപ്പിന് മുകളിലേക്ക് ഉൾപ്പെടെ വീഴുന്നൊരു സാഹചര്യവും നിലവിലൂടെ ഉണ്ടായി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട കല്ലേരിയിൽ പ്രധാന റോഡിൽ കാട്ടാന. ബൈക്കിൽ പോവുകയായിരുന്ന യുവാക്കൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഇന്നലെയും കല്ലേലി എസ്റ്റേറ്റ് ഭാഗത്ത് കാട്ടാനകൾ ഇറങ്ങിയിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, തുടർച്ചയായി ഈ പ്രദേശത്ത് കാട്ടാനകളെ കാണുന്നുണ്ട്. നിലവിലെ സാഹചര്യം എന്താണ്? പ്രവിധ, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രിയോടുകൂടി കാട്ടാനകൾ ഈ മേഖലയിൽ ഇറങ്ങിയിരുന്നു. അപ്പോഴും വനപാലകരെ വിളിക്കുമ്പോഴും വനപാലകർ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ആ കാട്ടാന, ആ ഒറ്റയാൻ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് രാവിലെ 7:15 ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാക്കൾക്ക് നേരെയാണ് ഇത്തരത്തിൽ കാട്ടാന അവിടെ നിലയുറപ്പിച്ചത്. അവർ ബൈക്കിലായിരുന്നു വന്നിരുന്നത്. പെട്ടെന്ന് തന്നെ കാട്ടാനയെ കണ്ട് ബൈക്ക് നിർത്തിയത് കൊണ്ട് മാത്രമാണ് യുവാക്കളുടെ ജീവൻ രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. എന്തായാലും യുവാക്കൾ പകർത്തിയ ദൃശ്യങ്ങളാണിത്. നിലവിൽ കല്ലേലി എസ്റ്റേറ്റ് ഭാഗത്ത് പ്രധാനപ്പെട്ട റോഡാണ്. കോന്നിയിലേക്കും കൊക്കാത്തോട്ടിലേക്കും ഒക്കെ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ആ മേഖലയിൽ ജണ്ട കെട്ടിത്തിരിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല വനംവകുപ്പ് എന്നാണ് ആക്ഷേപം. എന്തായാലും നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കാട്ടാനകൾ നിരന്തരം ഈ മേഖലകളിലേക്ക് ഇറങ്ങുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പട്ടാമ്പി വിളയൂരിൽ പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടത്തിൽ ആർക്കും പരിക്കില്ല. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, അപകടമുണ്ടായത് എങ്ങനെയാണ്? പ്രവിധ, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. പട്ടാമ്പി പെരിന്തൽമണ്ണ പാതയിലാണ് വിളയൂരിൽ വെച്ച് പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ലോറി നല്ല സ്പീഡിൽ, വേഗതയിലായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. നേരെ വന്ന ഈ KCBയുടെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച വാഹനം നിൽക്കുകയായിരുന്നു. ഇതിന് സമീപത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഭാഗ്യവശാൽ അവിടെ ആളുകളൊന്നും ഉണ്ടാകാത്തതിനാൽ അപകടം ഒഴിവായി എന്ന് വേണം കരുതാൻ. KCB അധികൃതർ സ്ഥലത്തെത്തി ഈ പോസ്റ്റ് നന്നാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇതിന്റെ വ്യാപ്തി വ്യക്തമാകുന്നത്. എന്തായാലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ശരി നിഖിൽ.
കൊച്ചി മൂന്നാർ ദേശീയപാത 85ന്റെ വികസനം സംബന്ധിച്ച ഹർജിയിൽ വനം വകുപ്പിന് തിരിച്ചടി. ദേശീയപാത അതോറിറ്റിക്ക് പാത നിർമ്മാണവുമായി മുന്നോട്ടു പോകാം. വനം മേഖലയിലെ പാത നിർമ്മാണം തടയരുതെന്ന് വനം വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതിയുടെ ഈ വിധി? ഈ കൊച്ചി മൂന്നാർ വനപാതയുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ ധാരാളം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഹൈക്കോടതിയിൽ നിന്നും ഈ ഒരു ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ദേശീയപാത 85ന്റെ വികസനം അതിന് വീതി കൂട്ടാൻ ഹൈക്കോടതിയുടെ അനുമതി വന്നിരിക്കുന്നു. വനമേഖലയിലെ പാത നിർമ്മാണം തടയരുതെന്ന് വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേര്യമംഗലം വാളറ ദേശീയപാത നിർമ്മാണം തടയരുതെന്നാണ് നിർദ്ദേശം. 100 അടി വീതിയിൽ 14.5 കിലോമീറ്ററിന്റെ ഉടമസ്ഥാവകാശം PWDക്ക് ഉണ്ടെന്നും വനമേഖലയിലെ നിർദ്ദിഷ്ട ഭൂമി വനംവകുപ്പിന്റേതല്ലെന്നും ഹൈക്കോടതി പറയുകയുണ്ടായി. ദേശീയപാത അതോറിറ്റിക്ക് പാത നിർമ്മാണവുമായി മുന്നോട്ട് പോകാമെന്നും ഹൈക്കോടതി പറയുന്നു. ശരി, ശ്രീകാന്ത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്ക് പരുക്ക്. തിരുനെൽവേലി നോർത്ത് രത്ന റോഡിൽ സമൂസക്കടയിലാണ് സ്ഫോടനമുണ്ടായത്. കടയുടമ മാരിയപ്പനും സമീപത്തുണ്ടായിരുന്ന 3 കുട്ടികൾക്കുമാണ് പരുക്കേറ്റത്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു. മനീഷ്, പരുക്കേറ്റ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? പ്രവിധ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിലാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. തിരുനെൽവേലി നോർത്ത് രത്ന റോഡിലാണ് അപകടം ഉണ്ടാവുന്നത്. അവിടെ ഒരു സമൂസ തയ്യാറാക്കുന്ന ഒരു കടയുണ്ട്. ആ കടയിലായിരുന്നു ആദ്യം ചെറിയ തോതിൽ ഒരു തീപിടുത്തം അവിടെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരുന്നത്. തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ കടയുടമ അവിടെ നിന്ന് മാറിയിരുന്നു. പക്ഷേ ഈ പൊട്ടിത്തെറിയിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സമീപത്തുണ്ടായിരുന്ന 3 കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുകയും ഈ പറഞ്ഞ രീതിയിൽ അഗ്നി നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. അല്ലായിരുന്നെങ്കിൽ മറ്റു കടകളിലേക്കൊക്കെ അത് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അത്ര വലിയ പൊട്ടിത്തെറി തന്നെയാണ് എന്തായാലും അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പരിക്കുകളൊന്നുമില്ല നിലവിൽ ആർക്കും. അതായത് കുട്ടികൾ ഉൾപ്പെടെയുള്ള 4 പേർക്കും പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരുക്കേറ്റത്. കൊച്ചി കലൂരിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ അതിക്രമം. കലൂർ ജംഗ്ഷനിൽ വെച്ച് പെൺകുട്ടിയുടെ ശരീരത്തിൽ കടന്നു പിടിച്ച നേപ്പാൾ സ്വദേശിയെ എറണാകുളം നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടി ബഹളം വെച്ചതോടെ കൺട്രോൾ റൂം പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഈ കലൂർ എന്ന് പറയുന്ന കലൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത് നല്ല തിരക്കുള്ള സ്ഥലമാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. എന്ത് സംഭവിച്ചുവെന്നാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് പോലീസിനോട്? ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? മേഘ് ബഹദൂർ എന്ന് പറയുന്ന നേപ്പാൾ സ്വദേശിയാണ് പെൺകുട്ടിയെ കലൂർ ജംഗ്ഷനിൽ വെച്ച് പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയത്. ഇതിൽ പെൺകുട്ടി പ്രതികരിക്കുകയും പിന്നീട് കൺട്രോൾ റൂമിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് കൺട്രോൾ റൂം പോലീസ് സ്ഥലത്തെത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. നിലവിൽ പെൺകുട്ടിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഇതോടുകൂടി പോലീസ് ഇയാൾക്കെതിരെ ഇപ്പോൾ ഏത് രീതിയിൽ കേസെടുക്കുമെന്നുള്ളതിലാണ് പോലീസിന് ഇപ്പോഴുള്ള ആശങ്ക. ഏതായാലും നിലവിൽ പെറ്റി കേസെടുത്ത പ്രതിയെ വിട്ടയക്കേണ്ട സാഹചര്യമാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും കലൂരിൽ അത്രയും ആളുകളുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഒരു പെൺകുട്ടിക്ക് നേരെ നേപ്പാൾ സ്വദേശിയായ ഒരാളുടെ ഭാഗത്തു നിന്ന് അതിക്രമം ഉണ്ടാകുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിലെ സോളദേവനഹള്ളിയിൽ ഫ്ളാറ്റിൽ കയറി തോക്ക് ചൂണ്ടി കവർച്ച നടത്തിയ മലയാളി യുവാക്കൾ അറസ്റ്റിൽ. മലയാളികളായ പ്രമോദ്, ദീപക്, അനന്തകൃഷ്ണൻ, ആദർശ് എന്നിവരാണ് അറസ്റ്റിലായത്. CBI ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേന ഫ്ളാറ്റിൽ എത്തിയാണ് കവർച്ച നടത്തിയത്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, മലയാളികൾക്കാകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ബംഗളൂരുവിൽ ഫ്ളാറ്റിൽ കയറി തോക്ക് ചൂണ്ടി കവർച്ച നടത്തിയ യുവാക്കൾ എന്തായാലും പിടിയിലായിട്ടുണ്ടല്ലോ. ഇവർ സ്ഥിരം മോഷ്ടാക്കളാണോ? എന്താണ് പോലീസ് പറയുന്നത്? പ്രവിധ ബംഗളൂരുവിലെ സോളദേവനഹള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടുത്തെ ഒരു ഫ്ളാറ്റിൽ കയറിയാണ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഈ മലയാളി യുവാക്കളുടെ സംഘം ഈ കവർച്ച നടത്തിയത്. മലയാളികളായിട്ടുള്ള പ്രമോദ്, ദീപക്, അനന്തകൃഷ്ണൻ, ആദർശ് എന്നിവരാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർ കേരളത്തിൽ എവിടെയാണെന്നുൾപ്പെടെയുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നേ ഉള്ളൂ. എന്തായാലും ഇവരെ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് പോലീസ് പിടികൂടിയത്. ഇവർ CBI ഉദ്യോഗസ്ഥരാണെന്ന വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചാണ് ഈ ഫ്ളാറ്റിൽ കയറിയത്. പിന്നീട് ഇവിടെ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടാണ് ബംഗളൂരുവിലെ സോളദേവനഹള്ളിയിൽ ഫ്ളാറ്റിൽ കയറി തോക്ക് ചൂണ്ടി കവർച്ച നടത്തിയ മലയാളികളായ 4 പേർ പിടിയിലായിട്ടുണ്ട്. വിവരങ്ങളാണ് ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ നൽകിയത്. വാർത്തകൾ തുടരുന്നു. കോട്ടയം പായിപ്പാട് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഔസേപ്പ് മാത്യു എന്ന കർഷകൻ വളർത്തിയിരുന്ന താറാവുകളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, വിവരങ്ങൾ.
പ്രവിധ, കഴിഞ്ഞ ദിവസമാണ് 2000-ലധികം താറാവുകൾ കൂട്ടത്തോടെ ചാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പായിപ്പാട് പഞ്ചായത്തിലെ 1-ാം വാർഡിലെ എട്ടേക്കരി പാടശേഖരത്തെ വളർത്തിയിരുന്ന താറാവുകളായിരുന്നു. ഔസേഫ് എന്ന് പറയുന്ന കർഷകനാണ്, ഔസേഫ് മാത്യു എന്ന് പറയുന്ന കർഷകനാണ് ഈ താറാവുകളെ വളർത്തിയത്. ഇങ്ങനെ അപ്രതീക്ഷിതമായി താറാവുകൾ ചത്തയൊരു സാഹചര്യത്തിലാണ് വിശദമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഭോപ്പാലിലെ ലാബിലേക്ക് സാമ്പിളുകൾ അയച്ചത്. ആ പരിശോധനയിലാണ് H5N1 എന്ന് പറയുന്ന പക്ഷിപ്പനി ബാധിച്ചതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ താറാവുകളെ ദയാവധം ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ദയാവധം നടത്തി സംസ്കരിക്കാനുള്ള നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ ഒരു പ്രദേശത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പക്ഷികളെ വളർത്തുന്നതിനും ഉള്ള നിയന്ത്രണങ്ങളും ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കവിത ടോബി ജോൺസൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ജമ്മുകാശ്മീരിൽ രജൌരിയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണസംഖ്യ ഉയരുന്നു. 21 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടമായത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിതിൻ, അപകടമുണ്ടായത് എങ്ങനെയാണ്? എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു ഈ ബസ്സിനകത്ത്? കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? മേഖലയിലാണ് ഈ അപകടം സംഭവിച്ചത്. തീർത്ഥാടകരുമായി പോയ ബസ്സാണ് 150 താഴ്ചയിലേക്കുള്ള കൊക്കയിൽ മറിഞ്ഞ് അപകടമുണ്ടായത്. ബസ്സിൽ ഏതാണ്ട് 50ഓളം പേർ ഉണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതാണ്ട് 20 പേർ ഈ ഒരു 21 പേർ ഈ അപകടത്തിൽ മരിച്ചു. അതോടൊപ്പം തന്നെ 30ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ അറിയിക്കുന്ന ഒരു കാര്യം. ഹരിയാനയിൽ ഇതിന്റെ ശബ്ദം വ്യക്തമല്ല, അതുകൊണ്ട് ഇടപെടുകയാണ്. ജമ്മുകാശ്മീരിലെ രജൌരിയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 21 എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകും.